ദൈവമായ കർത്താവേ, ഈ നല്ലൊരു നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. അനേക ജീവിതങ്ങൾ കർത്താവേ ഈ ലോകത്തിൽ അവരവരുടെ ജീവിതത്തിൻ്റെ തിരക്കിലും വേദനകളിലും പ്രയാസങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവേ, ഈ അനേകങ്ങൾക്ക് കർത്താവെ അപ്പാഹുദാവേ എന്ന് വിളിച്ചോളൂ. കർത്താവെ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് വരുവാൻ സ്വർഗീയ ദൈവം ഞങ്ങളുടെ ജീവിതത്തോട് നൽകി തന്ന കൃപയ്ക്കായി, സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എന്നീ സമയത്ത് കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും ഒക്കെ കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഉള്ളു തുറന്ന് കർത്താവെ, മനസ്സ് തുറന്ന് കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ആരാധനയെയും ഞങ്ങളുടെ സ്തുതികളെയും ഒക്കെ കർത്താവെ സ്വർഗീയമായുള്ള ആരാധനയോട് ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ തന്നെ സന്നിധിയിലേക്ക് താഴ്ത്തുകയാൻ സമർപ്പിക്കുവാണ് കർത്താവെ. ദൈവമായ കർത്താവെ, അല്പനിമിഷങ്ങൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ കർത്താവെ ഞങ്ങൾ ധ്യാനിക്കുവാൻ കർത്താവെ ഞങ്ങൾ തുനിയുമ്പോൾ, ദൈവമായ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ വായിക്കുവാനും അതിനെ മനനം ചെയ്യുവാനും അതിനെ ഗ്രഹിക്കുവാനും ഉള്ള ജ്ഞാനം ഞങ്ങൾക്കില്ല, അതിനുള്ള അർത്ഥതയും ഞങ്ങൾക്കില്ല. എന്നാലോ കർത്താവെ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, ഈ വചനത്തെ, ഈ മാറ്റമില്ലാത്ത വചനത്തെ കർത്താവെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി നാളുള്ള സൗഖ്യവും വിടുതലും കർത്താവെ നീ ഞങ്ങൾക്ക് നൽകി തരണം. ദൈവമായ കർത്താവെ, ഇതിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വേണ്ടി നാളുള്ള സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്ക് നൽകി തരണം. ദൈവമായ കർത്താവെ, ഇതിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകൾക്ക് വേണ്ടി നാളുള്ള സന്തോഷത്തെയും ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി നാളുള്ള പ്രത്യാശയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നാളുള്ള എല്ലാ കൃപകളും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നാളുള്ള എല്ലാ അനുഗ്രഹവും ആശീർവാദവും ജീവിക്കുന്ന ദൈവമേ നീ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തും, ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ഞങ്ങളെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അടിയൻ്റെ വായുടെ വാക്കുകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായി ചെയ്യണമേ. ഈ പ്രാർത്ഥന യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ഓരോരോ ജീവിതങ്ങളെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായുള്ള നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ഒരു കൺവെൻഷന് വേണ്ടി CSI ഓൾ സെയിൻസ് ചർച്ചിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത റവറൻ ജോൺസൺ ഇ ജോർജ് അച്ഛനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ നമ്മുടെയൊക്കെ ഒരു ഗുരുനാഥൻ പോലെയാണ്. ജീവിക്കുന്ന ദൈവം അച്ഛനിൽ കൂടെ തരുന്ന ഓരോരോ സന്ദേശവും ഉപദേശവും അടിയുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ മുഖാന്തരങ്ങളായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ
ഈ ഒരു കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഓൾ സെയിൻസ് ചർച്ചിലേക്ക് സ്വാഗതം ചെയ്തപ്പോൾ, ജീവിക്കുന്ന ദൈവം വൻ കാര്യങ്ങൾ അടിയന്റെ ജീവിതത്തിൽ അത്യത്ഭുതമായി ചെയ്യും എന്ന് അടിയൻ വിശ്വസിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ റവറൻഡ് കെ പി ജോൺസൺ അച്ഛനോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യും. അതുപോലെ ഇന്ന് CSI ഓൾ സെയിൻസ് ചർച്ചിലെ കമ്മിറ്റി മെമ്പേഴ്സിനോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എന്നെ ഈ ഒരു ഇടവകയിലേക്ക് കൺവെൻഷന് വേണ്ടി സ്വാഗതം ചെയ്തത്. ഞാൻ എപ്പോഴും ഈ പീഠത്തെ കയറി നിൽക്കുമ്പോൾ എപ്പോഴും വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചാലക്കുടിയിലൊക്കെ ആയിരുന്നപ്പോൾ ഇവിടെ സെർമൺ ക്ലാസ് നടക്കും. അപ്പോൾ എപ്പോഴൊക്കെ ഈ ഒരു സെർമൺ പറഞ്ഞിട്ടുണ്ടോ, അപ്പോഴൊക്കെ ആ സെർമണിനെ അതിനെയൊക്കെ ഒന്ന് ഇരിക്കുന്ന അച്ഛന്മാര് എപ്പോഴും എന്താ പറയുന്നത്, ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്, എപ്പോഴും അനലൈസ് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസവും അത്. അതുകൊണ്ട് ഇവിടെ കയറി നിൽക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള പേടിയാണ്, എന്തായിത്തീരും, എങ്ങനെയായിരിക്കും ഉള്ള ക്രിറ്റിസിസം. പക്ഷെ ഇന്ന് ഈ സമയത്താണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു പ്രത്യാശയും അതുപോലെ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു സ്നേഹവും അനുഭവിക്കുവാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് CNI സെന്റ് പീറ്റേഴ്സിൽ വെച്ച് സാമുവൽ തോമസ് ബിഷപ്പ് ഒരിക്കൽ വന്നപ്പോൾ ഒരു ചെറിയൊരു കഥ, ഒരു കൺവെൻഷൻ വന്നപ്പോൾ ആ കഥ ഞാൻ നിങ്ങളോട് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കാർഡ് എടുത്തപ്പോൾ കെ പി ജോൺസൺ അച്ഛൻ ചോദിച്ചോ സ്വോത്രായി ചെയ്താലോ ആണോ, അപ്പോൾ അതിനൊന്നുമല്ല. പക്ഷെ ഒരു ചെറിയൊരു കഥ. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ മാസ്റ്റർ കാർഡ് വന്നപ്പോൾ അവര് ഇറക്കിയ ഒരു പരസ്യം ഇങ്ങനെയായിരുന്നു. അത് 3 ഷോട്ടായിരുന്നു ആ പരസ്യത്തിൽ. ആദ്യത്തെ ഷോട്ടില് കാണിക്കുന്ന ഒരു വലിയൊരു കാര്യം, ഒരു പയ്യൻ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ അവന് വളരെ വിഷമതയോടെ അവന്റെ മ്യൂസിക് ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബൈക്കില് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും കൂടെ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കും. അപ്പോൾ ഈ ചെറിയ യുവത്വം നിറഞ്ഞ ഈ മകൻ, അയ്യോ എൻ്റെ ജീവിതം എന്ത് ബോറാണ്, ഇവരുടെ ജീവിതമാണ് അടിപൊളി ജീവിതം, ഇവന്റെ കയ്യിൽ ബൈക്കുണ്ട്, ഇവൻ ആഗ്രഹിച്ച ഇവൻ സ്നേഹിക്കുന്ന പെണ്ണ് ഇവന്റെ കൂടെ ഉണ്ട്, ഇവന്റെ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞു. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാമറ ഈ ബൈക്കിൽ വന്ന ഈ ചെറുക്കനെയും ഈ പെണ്ണിനെയും ഫോക്കസ് ചെയ്തു. ഈ ചെറുക്കനെയും പെണ്ണിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് പറയും, ഈ ചെറുക്കൻ, ഈ ബൈക്കിൽ ഇരുന്ന ചെറുക്കൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പോഷ് കാർ, അന്നത്തെ BMW അവിടെ പാർക്ക് ചെയ്തിട്ടേക്കും. അവൻ ഓർക്കും, ഇത് ഓടിക്കുന്നയാള്, ഇത് ഈ ഒരു കാറിനെ വാങ്ങിയ ആള്, അയാളായിരിക്കും ഈ ലോകത്തിലേക്ക് ഏറ്റവും ഭാഗ്യവാൻ, എനിക്ക് ഇങ്ങനത്തെ ഒരു കാർ ഇല്ല. ഈ പെൺകൊച്ച ഈ ബൈക്കിനകത്ത് പുറകിലിരിക്കുന്ന ഈ പെൺകൊച്ച ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ ഒരു നല്ലൊരു ഡയമണ്ട് നെക്ലേസ് ഒരു ജ്വല്ലറി ഷോപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഈ പെണ്ണിന് വലിയ സങ്കടം തോന്നി. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡയമണ്ട് നെക്ലേസ് ഞാൻ എപ്പോഴാണ് വാങ്ങുന്നത് എന്ന് തോന്നി. പെട്ടെന്ന് ക്യാമറ ഈ ഡയമണ്ട് നെക്ലേസിലേക്ക് പോവുകയാണ്. ഈ ഡയമണ്ട് നെക്ലേസ് അതൊരു പാക്ക് ചെയ്ത് ഒരു സൂട്ട് കേസിലാക്കി ഒരു നല്ലൊരു കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച ഒരു ധനവാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പാഴ്സലായി. എന്നിട്ട് ഈ ധനവാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ആ പോഷ് കാറയിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ധനവാൻ ഈ ചെറുപ്പക്കാരനെ കാണുകയാണ്. ആദ്യം കണ്ട ചെറുപ്പക്കാരൻ പാട്ടൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഈ റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ഈ മനുഷ്യൻ ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് തൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി, മുഖത്തേക്ക് കണ്ണാടിയിൽ ഒന്ന് നോക്കിയപ്പോൾ അയാളുടെ മുഖത്ത് മുഴുവൻ ചുക്കി ചുളിഞ്ഞ ആയിട്ടുള്ള തൊലികൾ. അയാൾ പറഞ്ഞു, എൻ്റെ ആ ചെറുപ്പം അതാ പോകുന്നു, എനിക്ക് ആ ചെറുപ്പകാലം കിട്ടത്തില്ലല്ലോ. എന്നിട്ട് അയാളുടെ തലമുടിയെ ഇങ്ങനെ നോക്കിയപ്പോൾ അയാളുടെ തലമുടിയെ ഒന്നുപോലും, ആ ചെറുപ്പക്കാരൻ്റെ തലമുടി ഇഷ്ടംപോലെ മുടി. അയാൾ പറഞ്ഞു, അയ്യോ, എൻ്റെ മുടി മുഴുവൻ, എൻ്റെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ അവസാനം അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നുള്ളൊരു ക്യാപ്ഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മണി cannot buy
There are some things money cannot buy. For everything else, there is Mastercard. Something money cannot buy. But for everything else, there is Mastercard. ഇന്ന് ഈ രാത്രിയുടെ യാമത്തിൽ ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളോട്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളോട് വചനത്തിൽ കൂടെ ഇടപെടുമ്പോൾ നമ്മുടേതായിട്ടുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിക്കുന്ന ദൈവം അങ്ങ് ഒപ്പിയെടുത്ത് നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടുന്നതായുള്ള അനുഗ്രഹം നമുക്ക് നൽകി തരികയാണ്. ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതായുള്ള ഉൾക്കാഴ്ചകളെ നൽകി തന്നുകൊണ്ട് ദൈവം നമ്മളോട് പറയുകയാണ്, ഈ ലോകം നമുക്ക് ദാഹം മാത്രമേ നമുക്ക് നൽകി തരികയുള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ജീവജലം നമുക്ക് നൽകി തന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടുന്ന സംതൃപ്തി നൽകുന്ന ഒരു ദൈവമാണ് നമ്മോട് ജീവിതത്തോടും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളോടും നമ്മുടെ മനോഭാവങ്ങളോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളോടും ഒക്കെ ഇടപെട്ടിരിക്കുന്നു എന്ന വലിയൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നീ സമയത്ത് നമ്മൾ വായിച്ച വചനം ഏറ്റവും വലിയ ശ്രദ്ധേറിയ വാക്യങ്ങളാണ്. അത് അടിവരെ ഇടേണ്ടതാണ്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ തന്റെ ശബ്ദം ഉയർത്തി വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ: യഹോവയെ ആശ്രയിക്കുക, യഹോവയെ ആശ്രയിക്കുക. Blessed is the man who trusts in the Lord. Blessed is the man who trusts in God. മലയാളത്തിൽ അത് വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. യഹോവയെ ആശ്രയിക്കുക, യഹോവയെ തന്നെ ആശ്രയിക്കുക. അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വിളിച്ചു പറയുകയാണ്. യെരമ്യാ പ്രവാചകൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളോട്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളോട് പറയുന്നത്, ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ ഭാഗ്യത്തിലേക്ക്, നന്മയിലേക്ക്, സ്വർഗീയമായുള്ള ആശീർവാദത്തിലേക്ക്, സ്വർഗീയമായുള്ള വാഴ്വുകൾ നൽകി തന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് എന്ന് വിളിച്ചു പറയുകയാണ്. യെരമ്യാ പ്രവാചകൻ ഇത് വിളിച്ചു പറയുന്നത് പ്രവാസത്തിൽ കിടക്കുന്ന ജീവിതങ്ങളാണ്. ഈ പ്രവാസത്തിൽ കിടന്ന് ഈ വിശ്വാസ സമൂഹം യെരമ്യാ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്: ദൈവമായ കർത്താവ് ഞങ്ങളുടെ മാതാക്കളെയും പിതാക്കളെയും ജീവിക്കുന്ന ദൈവത്തെ രുചിച്ചറിയുവാൻ അവസരം കൊടുത്തു. അവർ രുചിച്ചറിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിക്കുന്ന ദൈവത്തെ ആശ്രയിച്ചതുകൊണ്ട് ഞങ്ങൾ പ്രവാസത്തിലേക്ക് ഞങ്ങൾ പോയി. We were in exile. ഇപ്പോൾ ഈ പ്രവാസകാലം തീരുമ്പോൾ ഞങ്ങൾ ഈ ജീവിക്കുന്ന ദൈവത്തെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവത്തെ ഞങ്ങൾ സേവിക്കണോ, അതോ ഞങ്ങൾ ഇതിനെ വിട്ടേച്ച് അസീറിയൻ ദേവി ദേവകളെ ഞങ്ങൾ സേവിക്കണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് യെരമ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളോട്, അന്നത്തെ വിശ്വാസ സമൂഹത്തോട് ഓർമ്മിപ്പിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഇന്ന് ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനത്തെ പല ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മുടേതായിട്ടുള്ള വേദനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേദനകളെ നൽകി തരുന്നത്? എന്തിനാണ് ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രയാസങ്ങളും സങ്കടങ്ങളും നൽകി തരുന്നത്? അതുകൊണ്ടാണ് ബില്ലി ഗ്രാം എപ്പോഴും പറയുന്നത്, when you ask why, there are 3 reasons that you can celebrate. നിങ്ങൾ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവം നമുക്ക് 3 കാരണങ്ങളെ തരും സന്തോഷിക്കുവാനുള്ളത്. ആദ്യത്തെ ഈ വൈ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്തിനാണ്? ബില്ലി ഗ്രാം പറയുന്നത് ആദ്യത്തെ അക്ഷരം, അതിന് W എന്ന് പറയുന്ന അക്ഷരം, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹോളിസ്റ്റിക്, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച. There's a holistic vision. നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ കണ്ണുനീരിനെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മുടെ പരാജയങ്ങളെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ദൈവം നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതലാണ്, ഒരു ഉൾക്കാഴ്ചയാണ്
നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകി. God is giving us a holistic vision. അതുകൊണ്ട് ഇന്നീ സമയത്ത് ഈ വിശ്വാസ സമൂഹത്തെ ജീവിക്കുന്ന ദൈവം രൂപാന്തരത്തോടെ ഇടപെടുമ്പോൾ ജീവിക്കുന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരു ഉൾക്കാഴ്ചകൾ നൽകി തരിക, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, a holistic insight. രണ്ടാമതായിട്ട് why എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ രണ്ടാമത്തെ അക്ഷരം H ആണ്. ബില്ലി ഗ്രാം പറയുന്നത് H stands for holiness. നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവമേ എന്തിനാണ് കർത്താവേ എനിക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകി തരുന്നത്, എന്തിനാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ പരാജയം നൽകി തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെട്ട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതായുള്ള വിശുദ്ധി നൽകി തരികയാണ്. God is giving His holiness. നമുക്ക് കഷ്ടതകൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധിയെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റില്ല. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, നിങ്ങൾ പരാജയരായിട്ടുണ്ട്, നിങ്ങൾ പ്രവാസത്തിന്റെ അനുഭവത്തിലാണ്. പക്ഷെ ഇതിന്റെയൊക്കെ മധ്യേ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടെ ശുശ്രൂഷിക്കുന്ന മാനിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റും. You will encounter a holy God. ഇന്ന് ഈ തൃശ്ശൂരിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ഓരോരോ ജീവിതങ്ങളോടും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നെയാണ്. നമ്മുടെ ജീവിക്കുന്ന ദൈവം വിശുദ്ധിയിൽ വാഴുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിന്മേൽ മനസ്സുകളിന്മേൽ വിശുദ്ധിയോടെ ഇടപെടുന്ന ഒരു ദൈവമാണ്. പൂർണ്ണമായിട്ട് കാഴ്ചകൾ നൽകി തരുന്ന ദൈവം, വിശുദ്ധി നൽകി തരുന്ന ദൈവം. മൂന്നാമതായിട്ട് എന്തിനാണ് ദൈവമേ എനിക്കിങ്ങനെ കഷ്ടതകൾ നൽകി തരുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് പറയുന്നത്, ദൈവം നമുക്ക് ഒരു നുകത്തെ കൂടെ നൽകി തരികയാണ്. God is giving us a holistic, holy, ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു നുകത്തെയാണ് നമുക്ക് നൽകി തരുന്നത്. ആ നുകം നമ്മുടെ ജീവിതത്തിൽ അതൊരു ശക്തിയുടെ നുകമല്ല, ശാപത്തിന്റെ നുകമല്ല, ദുഷ്ടന്റെ നുകമല്ല. പക്ഷേ ജീവിക്കുന്ന ദൈവം നമുക്ക് നുകം നൽകി തരുമ്പോൾ അത് നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന്റെ ഒരു നുകമാണ് നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യഹോവയെ തന്നെ ആശ്രയിക്കാൻ ആ മനുഷ്യൻ ഭാഗ്യവാൻ, ആ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അവിടെ വിളിച്ചു പറയുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേകമായിട്ടുള്ള ഒരു ചോദ്യം കാണും. അതിനകത്ത് ഒരു ചോദ്യം ഇതാണ്, ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. എന്തുകൊണ്ടെന്നാൽ യെരമ്യാ പ്രവാചകൻ അതിന്റെ അടുത്ത വാക്കുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ജീവിക്കുന്ന ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമായി തീർക്കുന്നത്. വിശ്വാസ സമൂഹത്തിന് പലതരമായിട്ടുള്ള അഭിലാഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല. പ്രവാസത്തിന്റെ കാലത്ത് വിശ്വാസ സമൂഹത്തിന് പലതരത്തിലുള്ള പ്രചോദനമുണ്ടായിരുന്നു, പക്ഷേ പ്രവാസകാലത്ത് അതൊന്നും യാഥാർത്ഥ്യമായില്ല. പക്ഷേ യെരമ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ, ആലോചനയിൽ നിറഞ്ഞ, വളരെ വ്യക്തമായിട്ട് വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ അഭിലാഷങ്ങളെ, നിങ്ങളുടെ പ്രചോദനങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം. അങ്ങനെ ആ ദൈവത്തെ നമ്മൾ മാനിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമ്മളെ വഴി നടത്തുമെന്ന് വിളിച്ചു പറയുകയാണ്. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സാക്ഷ്യം.
മധ്യ ഡയോസിസിലെ റവറൻ വിജയ് വർഗീസ് ഈപ്പൻ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഡോക്ടറാണ്, PhD എടുത്തത്. പക്ഷേ അച്ഛന് മക്കളില്ല. അച്ഛന് ഭയങ്കരമായിട്ടുള്ള വലിവിൻ്റെ അസ്വസ്ഥതകളുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ വിളിച്ചു പറയുന്ന, അച്ഛൻ്റെ ജീവിതത്തിൽ കൂടെ വിളിച്ചു പറയുന്ന 3 കാര്യങ്ങളുണ്ട്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ശാന്തതയോടെ ഇടപെടുന്നുണ്ട്. My God is faithful and he is silently interacting with me. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ ഞാൻ എന്നോട് തന്നെ ചേർത്ത് നിർത്തുമ്പോൾ എൻ്റെ ജീവിതത്തെ ശാന്തതയോടെ ഇടപെടുന്ന ഒരു ദൈവം. അത് മാത്രമല്ല, ദൈവം എന്നെ പലപ്പോഴും തൊട്ട് സൗഖ്യമാക്കാറുണ്ട്. God is touching me and healing me. ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ മധ്യത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴാണ് ദൈവം നമ്മളെ സ്പർശിച്ച് സൗഖ്യമാക്കുന്നു എന്നുള്ള അനുഭവം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇന്നീ സമയത്ത് ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ശാന്തതയോടെ വ്യാപരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. പക്ഷെ അതിനേക്കാളും ഉപരിയായി അച്ഛൻ പറയുന്ന 3ാമത്തെ ഒരു കാര്യമുണ്ട്. This Lord is enabling me to stand for him. ഈ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ശാന്തതയോടെ ഇടപെടുന്ന ഒരു ദൈവം, എന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവം. എന്നെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി, ക്രിസ്തുവിലെ വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തുവിലെ പ്രത്യാശയ്ക്ക് വേണ്ടി എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ പോലും ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ്. God who touches silently enables me to stand for him. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ കൺവെൻഷനിൽ കൂടെ ഈ രാത്രിയുടെ യാമത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെക്കുമ്പോൾ നമ്മളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 24 അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: മഹത്വത്തിന്റെ രാജാവ് ആർ? മഹത്വത്തിന്റെ രാജാവ് ആർ? Who is the king of glory? സങ്കീർത്തനക്കാരന് വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനത്തിൽ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്: എന്റെ ശക്തിയാകാം, എന്റെ ബലമാകാം, എന്റെ കുലമഹിമയാകാം, എന്റെ അധികാരമാകാം. പക്ഷേ സങ്കീർത്തനക്കാരൻ അവിടെ വിളിച്ചു പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന എന്റെ ദൈവമാണ് എന്റെ രാജാവ്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയുടെ യാമം നമ്മൾ വായിക്കുന്ന ഓരോരോ വാക്കുകളും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മഹത്വത്തിന്റെ രാജാവ് ആര്? മഹത്വത്തിന്റെ രാജാവ് ആര്? നമ്മുടെ കുലമാണോ? നമ്മുടെ പഠിത്തമാണോ? നമ്മുടെ കൂട്ടായ്മകളാണോ? പക്ഷേ ജീവിക്കുന്ന ദൈവത്തെ, ആ വിശുദ്ധിയിൽ വാഴുന്ന ദൈവത്തെ നമ്മൾ അറിയുമ്പോഴാണ് മഹത്വത്തിന്റെ രാജാവാൻ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ജീവിക്കുന്ന ദൈവം എന്നെ സംരക്ഷിക്കുന്നു, ജീവിക്കുന്ന ദൈവം കഷ്ടതയിലും എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് മഹത്വത്തിന്റെ രാജാവ് എന്ന് വിളിച്ചു പറയുകയാണ്. ജെറമ്യാവ് വിശ്വാസ സമൂഹത്തെ ഇത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമ്മളെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ 17 അധ്യായം അതിന്റെ 8ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാം: നിങ്ങൾ കൂടി വരണം, നിങ്ങൾ കൂടി വരണം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിങ്ങൾ കൂടി വരണം. നിങ്ങൾ ഒരു പ്രാർത്ഥനയുടെ, നിങ്ങളുടെ ജീവിതങ്ങൾ പ്രാർത്ഥനയുടെ ഒരു ആലയമാണ്. ഈ പ്രാർത്ഥനയുടെ ആലയത്തിലാണ് ജീവിക്കുന്ന ദൈവം അത്ഭുതങ്ങളായി, അത്യത്ഭുതങ്ങളായി നിങ്ങളുടെ ജീവിതത്തിന്മേൽ
ഇടപെട്ടിരിക്കുന്നത്. അത്ഭുതമായി അത്യത്ഭുതമായി ഇടപെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു മനസ്സോടുകൂടെ ഒരു ആത്മാവോടുകൂടെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പ്രാർത്ഥനാലയമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഈ ഈസ്റ്ററിന്റെ കാലഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനിലേക്ക് ഞങ്ങൾ നോക്കുന്നു. നമുക്ക് വേണ്ടി മുറിവേറ്റവന്റെ സന്നിധിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോഴാണ് രൂപാന്തരത്തിന്റെ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നത്. വിശ്വാസ സമൂഹത്തെ മ്ലേച്ഛതയോടെ നിറയുന്ന ഈ ലോകത്തിൽ ഈ ഈസ്റ്ററിന്റെ ദിവസങ്ങൾ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളൊന്ന് നോക്കണം. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന സൗഖ്യം നമുക്ക് നൽകി തരുന്നത്. അവിടെയാണ് വിടുതൽ ഉള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്ന CSI കർത്താലയത്തിൽ ഒരു ചെറിയൊരു ഡോക്യുമെന്റ് ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള CSI സെന്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് ചർച്ച്. അത് അവിടെ പറയുന്നത് അത് ആദ്യം ഒരു പ്രാർത്ഥനാലയമായിരുന്നു. മിഷണറിമാർ വന്ന് മുട്ടുകുത്തി അവരുടെ പ്രാർത്ഥനയാൽ അവരുടെ കണ്ണുനീരാൽ അവരുടെ സാക്ഷ്യത്താൽ അവിടെ ഒരു പ്രാർത്ഥനാലയമായി. ആ പ്രാർത്ഥനാലയത്തിൽ നിന്നാണ് കരുണാലയം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് സാധുക്കളെ സഹായിക്കുവാൻ വേണ്ടുന്ന ഒരു ചെറിയൊരു സമൂഹം വന്നത്. അത് മാത്രമല്ല, ജീവിക്കുന്ന ദൈവം ആ പ്രാർത്ഥനാലയത്തെ മാനിച്ചപ്പോൾ അനേക ബലഹീനമായിട്ടുള്ള സ്ത്രീകളെയും കൂടെ ഉദ്ധരിക്കുമെന്നോർത്താണ് മഹിളാലയം അവിടെ ഉണ്ടായത്. ഒരു സമൂഹത്തെ ജീവിക്കുന്ന ദൈവം വിളിച്ച് വേർതിരിച്ച് പ്രാർത്ഥനാലയമാക്കുമ്പോൾ അനേക ജീവിതങ്ങളുടെ പ്രാർത്ഥനകളെ ജീവിക്കുന്ന ദൈവം കേട്ട് അത്ഭുതമായി അത്യത്ഭുതമായിട്ട് കൂടെ നിൽക്കുമ്പോൾ അനേക സാധുക്കളുടെ കോട്ടയായിട്ട് മാറുന്ന ഒരു പ്രാർത്ഥനാലയം, അനേക ബലഹീനരെ താങ്ങുന്ന ഒരു പ്രാർത്ഥനാലയം. ഇന്ന് ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെയും ഒക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ ഒരു പ്രാർത്ഥനാലയമാക്കി മാറ്റുവാൻ വേണ്ടി സമർപ്പിക്കാനുള്ള സമയങ്ങളാണ് ഈ കൺവെൻഷൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവം നന്മയോടെ നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെടും. നമ്മൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ there is always a motherly language. ദൈവം ഒരു അമ്മയാണോ എന്ന് ഉള്ള ഒരു വാസ്തവം, അതിൻ്റെതായിട്ടുള്ള അർത്ഥശാസ്ത്രം ഇവിടെയാണ് തുടങ്ങുന്നത്. ജീവിക്കുന്ന ദൈവം കരുണയോടെ, ദയയോടെ, വാത്സല്യത്തോടെ ഇടപെടുന്നതാണ്. ഓരോരോ വാക്കിലും അവിടെ ഒരു വലിയൊരു കൃപയും ഒരു വലിയൊരു ദയയുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജീവിക്കുന്ന ദൈവം നമ്മളെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. അതിനേക്കാട്ടും ഉപരിയായിട്ട് ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടുന്ന സംരക്ഷണവും കൂടെ നടത്തി തരുന്നതാണ്. അതുകൊണ്ടാണ് അതിലെ 14-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, ഹീൽ മീ ഓ ലോർഡ്. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ മനസ്സ് തുറന്ന് വരുമ്പോഴാണ് ദൈവമേ അന്നാലേ ഞാൻ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ടാണ് നീ എൻ്റെ പുകഴ്ച അല്ലയോ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന അവിടെ നിർത്തുന്നത്. നീ എൻ്റെ പുകഴ്ച അല്ലയോ, യു ആർ മൈ പ്രൈസ്. നമ്മൾ ആരിലാണ് ഊന്നി നിൽക്കുന്നത്? ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളോട്, ജീവിതത്തിൻ്റെ അവസ്ഥകളോട്
പറയുന്ന ഒരു വലിയൊരു കാര്യം ഇത് തന്നെയാണ്. ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ഉയർച്ച. ജോൺസൺ ജോർജ് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഡാഡി യൂക്കോ ബാങ്കിലെ മാനേജറായിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. ഈ അവസ്ഥ തുടങ്ങുന്നത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഭോപ്പാലിൽ ജോലി കിട്ടിയെന്ന് അറിഞ്ഞ്, ഒരു ചെറിയൊരു ക്ലർക്കായിട്ട് ജോലി കിട്ടിയെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഡാഡിയുടെ അമ്മ കുറേ മുഷിഞ്ഞ പേപ്പറായിട്ട് ഒരു ചെറിയൊരു അമ്മച്ചി ഉപയോഗിച്ചിട്ടിരുന്ന ബൈബിളായിട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, മകനെ, നിന്നെ അവിടെ ദൂരസ്ഥലത്ത് കാത്തു സൂക്ഷിക്കുവാൻ ആരും കാണുകയില്ല. പക്ഷേ ഞാൻ ഈ ബൈബിള് നിനക്ക് നൽകി തരുന്നു. ഞാൻ ഈ ബൈബിളിൽ നിന്ന് വായിച്ച വാക്യങ്ങൾ ഈ മുഷിഞ്ഞ കടലാസുകളിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ മനസ്സ് വേദനിക്കുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ ഈ ബൈബിളിൽ തുറന്ന് വായിക്കണം. എപ്പോഴും പറയുന്നതാണ് വാക്കുകളായിരുന്നു. തൊഴുത്ത് കഴുകിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മ ആ ബൈബിൾ എൻ്റെ കയ്യിൽ നൽകി തന്നപ്പോൾ, ഞാൻ കരഞ്ഞപ്പോൾ ഈ വചനമാണ് എന്നെ ആശ്വസിപ്പിച്ചത്. ഞാൻ തകർന്നപ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ ഈ വാക്കുകളായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് ദുഃഖം വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ ദൈവം ചാരത്ത് ഉണ്ട് എന്ന് എനിക്ക് ഓർമ്മയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പല കഷ്ടതകൾ, ഉദ്യോഗത്തിൽ എത്ര ഉയർന്നാലും ആദ്യത്തെ മകൾ സ്പെഷ്യൽ ചൈൽഡായിട്ട്, ഓട്ടിസ്റ്റിക് ചൈൽഡായിട്ട് തീർന്നപ്പോൾ മനസ്സ് തകർന്നു. അതിനാകെ 6 വർഷമേ ഈ ലോകത്തിൽ ആയുസ്സുണ്ടായിരുന്നു. രണ്ടാമത്തെ കൊച്ചു അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചൈൽഡായിട്ട് തീർന്നപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തി, താങ്കളുടെ രക്തത്തിൽ വല്ലതും കുഴപ്പമുണ്ടായിരിക്കുമെന്ന്. അവിടെ എൻ്റെ അമ്മയുടെ വചനമെടുത്തുകൊണ്ട് എൻ്റെ പിതാവ് പറഞ്ഞ വാക്ക്, സർവ്വം യേശുനാഥനായി, സർവ്വം യേശുനാഥനായി സമർപ്പിക്കും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ സുഖവും എൻ്റെ ദുഃഖവും, എൻ്റെ സുഖവും എൻ്റെ ദുഃഖവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. നമ്മുടെ ദൈവം നമ്മളെ തൊടുന്നു. നമ്മുടെ ദൈവം കൃപമേൽ കൃപ പകർന്നു തന്ന് നമ്മുടെ നഷ്ടത്തിൻ്റെ സമയത്ത്, നമ്മുടെ ദുഃഖത്തിൻ്റെ വേളകളിൽ നമ്മളെ ആശ്വസിപ്പിച്ച് സൗഖ്യമാക്കി നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവം അത്ഭുതമായി
അത്യത്ഭുതമായി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് മഹത്വത്തിന്റെ രാജാവ് ആര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, അത് നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ ദൈവം തന്നെ എന്ന്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിന്റെ സമാധാനം നമ്മോട് കൂടെ ഉണ്ട് എന്ന്. ക്രിസ്തുവിന്റെ സമാധാനം നമ്മോട് കൂടെ ഉണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു നിങ്ങളോട് സമാധാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ക്രൈസ്റ്റ് ഹാസ് സ്പോക്കൺ ടു യു ഇൻ പീസ്. നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയെ ഓർപ്പിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷേ ജീവിക്കുന്ന ദൈവം, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളുടെ സമാധാനത്തോടാണ് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ഒരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മ്ലേച്ഛതയുള്ള ഈ ലോകത്തിന്റെ ഒരു മ്ലേച്ഛത പോലും നിങ്ങളുടെ ജീവിതത്തെ തൊടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു നിങ്ങളോട് സമാധാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. The rottenness of the world will not touch you because Christ has spoken to you in peace. ഇന്ന് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെക്കുമ്പോൾ ഈ ലോകം നമുക്ക് സമാധാനമാണ് നൽകി തരുന്നത്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെ പോയി പൈശാചികമായിട്ടുള്ള കെട്ടുപാടിൽ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനത്തെയാണ്. പക്ഷേ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ വചനത്തിലേക്ക് തിരിച്ച് വരുമ്പോൾ ജീവിക്കുന്ന ദൈവം ശാന്തതയോടെ നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെടുമ്പോൾ സമാധാനമാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ഈ 2024 ഈസ്റ്ററിന്റെ സന്ദേശവും അതുതന്നെയാണ്. നമ്മുടെ ജീവിതങ്ങളോട് സമാധാനത്തോടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെട്ടിരിക്കുന്നത്. ശാപത്തോടെയല്ല, കണ്ണുനീരോടെയല്ല, പക്ഷേ ജീവിക്കുന്ന ദൈവം സമാധാനത്തോടെയാണ് നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെട്ടിരിക്കുന്നത്. നമ്മുടെ ബിഷപ്പായ തിമോത്തി ബിഷപ്പ്, കോയമ്പത്തൂർ ഒരു ഡയോസിസിലെ ബിഷപ്പ്, ഒരിക്കലും ഇങ്ങനെ പറയാറുണ്ടായി, എൻ്റെ കോയമ്പത്തൂർ ഡയോസിസിലെ ഏറ്റവും നല്ല ചർച്ച് CSI ബെഥനി ചർച്ചാണ്. CSI ബെഥനി ചർച്ച് ഒരു സ്ലമ്മിൽ ആണ്, ചേരി പ്രദേശത്താണ്. ഇപ്പം എല്ലാവരും ചോദിച്ചു, ബിഷപ്പിന് എന്നാ തലയ്ക്ക് നല്ല സുഖമില്ല? ഏറ്റവും നല്ല ചർച്ച് ചേരി പ്രദേശത്തിലാണ്. കത്തീഡ്രൽ കിടക്കും, അതിനേക്കാട്ടും വലിയ സിറ്റി പാരിഷ് എന്തോരം കിടക്കും. അതിൻ്റെ ഇടയിലാണ് ഈ ബെഥനി ചർച്ച്, ചെറിയൊരു ബെഥനി ചർച്ച്. അവിടെ തിമോത്തി ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, 25 വർഷം മുമ്പേ ആ ചേരി പ്രദേശത്ത് വലിയൊരു പ്രശ്നമുണ്ടായി. ഇവിടെ ബൈബിൾ വായിക്കാൻ പാടില്ല എന്ന് അനേക ജീവിതങ്ങൾ ശബ്ദമുയർത്തി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. പക്ഷേ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ, അധികം പഠിപ്പില്ലാത്ത, അധികം വൃത്തിയില്ലാത്ത, ഈ ലോകത്തിന്റെ കണ്ണുകളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മ്ലേച്ഛതയുള്ള ആൾക്കാർ, അവർ വചനവും എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ വചനം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടു, ഈ വചനം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടു, ഈ വചനത്തെ ഞങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തും. അങ്ങനെയാണ് അവിടെ CSI ബെഥനി ചർച്ച് ഉണ്ടായത്. ആ ബെഥനി ചർച്ചിൽ നിന്ന് അനേക മിഷണറിമാർ, അനേക ഡോക്ടേഴ്സ്, മിഷണറി ഡോക്ടേഴ്സ്, അനേക മിഷണറി എഞ്ചിനീയേഴ്സ്, അനേക വലിയ വലിയ ആൾക്കാർ അവിടെ നിന്ന് ഉണ്ടായി. അതല്ലേ അനുഗ്രഹം? നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ സമാധാനത്തോടെ ഇടപെടുന്ന ഒരു ക്രിസ്തു നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ നമ്മുടെ വചനത്തെ ചേർത്ത് പിടിക്കണം എന്നാണ്. ഈ ബദനി ചർച്ചിനെ കുറിച്ച് എഴുതിയ ഡോക്ടർ മൈക്കൽ ബെൻസൺ ഉണ്ട്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫൈൻഡിങ് ട്രഷേഴ്സ്. അവിടെ പോയി ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ സാധ്യതകൾ നിറച്ചിരിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം നമുക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത ഒരു ആത്മീയമായിട്ടുള്ള ഖജനാവ് നമുക്ക് നൽകി തരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ വൻ ഖജനാവുകളെ നിറയ്ക്കുന്ന ഒരു ദൈവം കൂടിയാണ്. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ കൂടെ ആ ഒരേ ഉദ്ദേശത്തിലാണ് വചനത്തിൽ കൂടെ നമ്മളോട് പറയുന്നത്. ജീവിക്കുന്ന ദൈവം സമാധാനത്തോടെയാണ് നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെട്ടത്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7 മുതൽ 14 വാക്യങ്ങൾ പറയുന്നത് അതൊരു യെരമ്യാ പ്രവാചകന്റെ സങ്കീർത്തനം കൂടെയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സാം ഓഫ് ജെറമ്യ. ഒരു സങ്കീർത്തനമാണ്, ഒരു പാട്ടാണ്. ആ പാട്ടൊന്ന് വായിക്കുമ്പോൾ അവിടെ ശാപത്തിന്റെ വാക്കുകളില്ല, അവിടെ നിരാശയുടെ വാക്കുകളില്ല, അവിടെ പൊട്ടിപ്പോകുന്നതിന്റെ ഒരു വാക്കുകളില്ല. പക്ഷേ അതിനേക്കാട്ടും ഉപരിയായി സമാധാനത്തോടെ, സംതൃപ്തിയോടെ, ഐശ്വര്യത്തോടെ ഇടപെടുന്ന ഒരു കർത്താവിനെയാണ് യെരമ്യാ പ്രവാചകൻ വിശ്വാസ സമൂഹത്തെ കാട്ടിക്കൊടുക്കുന്നത്. ഇന്നീ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വെക്കുമ്പോൾ അനുഗ്രഹത്തോടെ സ്വർഗീയമായിട്ടുള്ള വാഴ്വുകളാൽ ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെട്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസം ഇറങ്ങിയ ഒരു മലയാളം സിനിമയുണ്ട്, ഹോസ്റ്റലർ. നിങ്ങൾ ഓർക്കരുത്, അച്ഛൻ സിനിമയൊക്കെ ചിലൊക്കെ കാണുന്നു. ഇപ്പോൾ അതിനകത്ത് ഒരു ഭയങ്കരമായിട്ടൊരു ടെക്നിക്കൽ ടേം ഉണ്ട്. ആ ടേം ഭയങ്കരമായിട്ട് ക്യാമ്പസുകളിലൊക്കെ കയറി അങ്ങ് കത്തിപ്പിടിച്ചു. ആ ടേം ഇങ്ങനെയാണ്, ദ ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്, പൈശാചികമായിട്ടുള്ള ബദൽ. നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ ചെന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ വാക്കുകളിൽ ഈ ഒരു വാക്കായിരിക്കും എപ്പോഴും പറയുന്നത്. ഒരു വഴിയും തിരിയുന്നില്ലല്ലോ എന്ന് ചെറുപ്പക്കാരെല്ലാം പറയുമ്പോൾ അപ്പോഴേക്കും ഈ വാക്ക് കയറി വരും. There is an alternative. There is a devil's alternative. പൈശാചികമായിട്ടുള്ള ബദൽ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലമുറകൾ പൈശാചികമായിട്ടുള്ള ബദലിനെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഇന്നീ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ദൈവമായ കർത്താവേ, ഒരു ദൈവികമായിട്ടൊരു ബദൽ കർത്താവേ നീ എനിക്ക് കാട്ടി നൽകി തരണമേ. ദൈവികമായിട്ടൊരു ബദൽ കർത്താവേ നീ എനിക്ക് നൽകി തരണമേ. ബിഷപ്പായ പൗലോസ് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, വിശ്വാസ സമൂഹത്തോട് പറയുന്നത്, ഗോ, നിങ്ങൾ പോകണം. നിങ്ങൾ ഈ പള്ളിയിൽ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ പോകേണ്ടവരാണ്. ഗോ. ദൈവം നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്, ഗോ. നിങ്ങൾ പുറത്തിറങ്ങേണ്ടവരാണ്. നമ്മളൊക്കെ ഈ വിശ്വാസ സമൂഹത്തിൽ ഈ പള്ളിയിലേക്ക് വരുവാൻ, പള്ളിയിലെ കമ്മിറ്റികളിലേക്ക് കയറുവാൻ, പള്ളിയിലെ പൊളിറ്റിക്സിലേക്ക് വരുവാൻ ഒക്കെ നമുക്കൊക്കെ താല്പര്യമാണ്. പക്ഷേ വിശ്വാസ സമൂഹത്തോട് ശ്രേഷ്ഠനായിട്ടുള്ള ജീവിതം ഓർപ്പിക്കുന്നത് ഗോ, നിങ്ങൾ പുറത്തേക്ക്. ഈ ഗോയിന് രണ്ട് ലെറ്റേഴ്സ്. അതിനകത്ത് ജി സ്റ്റാൻഡ്സ് ഫോർ ഗ്രോയിങ് ഗ്രേസ്. വിശ്വാസ സമൂഹം കൃപമേൽ കൃപ അനുഭവിച്ച് വളരേണ്ടവരാണ്, അല്ലേ? നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങളെല്ലാം കൃപമേൽ കൃപ അറിഞ്ഞും അനുഭവിച്ചും വളരേണ്ടവരാണ്. അതുമാത്രമല്ല,
അടുത്ത ലെറ്റർ പറയുന്നത് there is an opportunity to serve. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് കിട്ടുകയുള്ളൂ. We need to go. ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളോട് ഇത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. കൃപമേൽ കൃപ പകരുന്ന ഒരു ദൈവം, വിശ്വാസത്തിന്മേൽ വിശ്വാസം പകരുന്ന ഒരു ദൈവം, സ്നേഹത്തിന്മേൽ സ്നേഹം പകരുന്ന ഒരു ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ പോവുകയാണ്. കൃപമേൽ കൃപ അനുഭവിച്ചവരെ നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മുഖാന്തരമാക്കുവാൻ വേണ്ടുന്നതായിട്ടുള്ള സാധ്യതകളെ ജീവിക്കുന്ന ദൈവം തുറന്ന് കാട്ടി നൽകിത്തരികയുള്ളൂ. ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളോട് കൃപമേൽ കൃപ പകരുന്ന ഒരു ദൈവമാണ്. ഡിസംബർ മാസം 14-ാം തീയതിയാണ് അമ്മ ഈ ലോകത്തിൽ നിന്ന് വിട്ട ദൈവസന്നിധിയിലേക്ക് ചേർന്നത്. 16-ാം തീയതി സാറ്റർഡേ ആയിരുന്നു അമ്മയുടെ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞ് 17-ാം തീയതി ഇമ്മാനുവൽ കത്തീഡ്രലിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ നീ ഈ ഒരു അനുഭവം എനിക്ക് നൽകി തരുന്നത്? ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തിനാണ് ദൈവമേ ഈ ഒരു വേർപാടിൻ്റെ വേദന എൻ്റെ ജീവിതത്തിലേക്ക് നൽകി തന്നത്? അപ്പോൾ ജോൺ ജോസഫ് അച്ഛൻ വിശുദ്ധ ശുശ്രൂഷയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊയറുകാര് പാടിയ ഒരു പാട്ട്, സങ്കീർത്തനം 27-ന്റെ 6-ാമത്തെ വാക്യം, ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. എൻ്റെ അമ്മയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ നടുവിൽ ഇത് ഭയങ്കര ആശ്വാസത്തിൻ്റെ കൃപയുടെ വാഗ്ദാനമായി എൻ്റെ മനസ്സിന്മേൽ, ഹൃദയത്തിൻ്റെ മേൽ പതിഞ്ഞു. ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. നമ്മുടെയൊക്കെ അപ്പം നമുക്ക് ശുശ്രൂഷയും നമ്മളെപ്പോഴും പാടുന്ന കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ എത്ര ആശ്വാസമുള്ളതാണ്. ഞാൻ എൻ്റെ കൂടാരങ്ങളിൽ, ദൈവമേ, എൻ്റെ ഈ ദുഃഖങ്ങളിൽ, എൻ്റെ ഈ വേർപാടുകളിൽ ഞാൻ എന്തിനാണ് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞാൻ എൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷയാഗങ്ങളെ. പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരിൻ്റെ അവസ്ഥകളുണ്ട്, വേർപാടിൻ്റെ അനവധി കഷ്ടതകളുണ്ട്, നഷ്ടങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും, ഉള്ളു തുറന്ന് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പറയാൻ പറ്റും, ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷം യാഗങ്ങളെ അർപ്പിക്കും. നമ്മുടെ ജീവിതത്തെ വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ആ കർത്താവിൻ്റെ കൃപമേൽ കൃപ നമ്മൾ അറിയുമ്പോൾ അറ്റുപോകാത്ത സ്നേഹത്തെ അവൻ നമ്മുടെ ജീവിതത്തിന്മേൽ നൽകി തരുമ്പോൾ അവനെ നമ്മൾ ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന് നമ്മൾ അവനെ സ്തുതിക്കും. ജോസഫ് തോമസ് എന്ന് പറഞ്ഞ പണ്ഡിതനായിട്ടുള്ള ട്രിനിറ്റി കോളേജിൽ നിന്ന് തൻ്റെ ബിരുദവും കഴിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ജോസഫ് തോമസിനോട് ഇടപെട്ടു, പറഞ്ഞു, നീ ചെന്നൈയിലേക്ക് പോകണം, അന്നത്തെ മദ്രാസിലേക്ക് പോകണം. അവിടെ ചെന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും അവനോട് പറഞ്ഞു, നീ റാണിപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവൻ അവിടെ ചെന്ന്
ബിരുദാനന്ദ ബിരുദമെടുത്ത ട്രിനിറ്റി കോളേജിൽ നിന്ന് എല്ലാ പഠിത്തമൊക്കെ പൂർത്തിയായ മനുഷ്യനോട് ജീവിക്കുന്ന ദൈവം പറയുകയാണ്, നീ അവിടുത്തെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കും. തൻ്റെ 21-ാമത്തെ വയസ്സിൽ റാണിപ്പേട്ടിലെ സാധുക്കളായിട്ടുള്ള ജീവിതങ്ങളെ സഹായിക്കുവാൻ തുടങ്ങിയത്. തൻ്റെ അവസാനം വരെ 67-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും അപ്പോഴും ആ സേവനം തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സേവനം തന്നെ ചെയ്തുകൊണ്ട് അവസാനത്തെ നിമിഷങ്ങളിൽ ഇതാണ് പറയുന്നത്, മൈ കിങ് സെഡ് ടു മീ, എൻ്റെ രാജാവ് എന്നോട് പറഞ്ഞു, എൻ്റെ രാജാവ് എന്നോട് പറഞ്ഞു. അനേക ജീവിതങ്ങൾ ജോസഫ് തോമസിനോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും കുലമഹിമയുള്ള താൻ, ഇത്രയും പാണ്ഡിത്യമുള്ള താൻ, എന്തിനാണ് ഈ റാണിപ്പേട്ടിൽ ചെറിയൊരു ഗ്രാമത്തിൽ വന്ന സാധുക്കൾക്ക് വേണ്ടി തൻ്റെ ജീവനെ മാറ്റിവെക്കുന്നത്? അവിടെയൊക്കെ ജോസഫ് തോമസൺ പറയാൻ ഇത്രയുമുള്ള, മൈ കിങ് ഹാഡ് സെഡ് ടു മീ, എൻ്റെ രാജാവ് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ രാജാവ് ഇങ്ങനെയാണ് പറഞ്ഞത്. രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു ഈ രാത്രി നമ്മളോട് എന്താണ് പറയുന്നത്? നമ്മുടെ ജീവിതങ്ങളെ, ജീവിതത്തിൻ്റെ അവസ്ഥകളെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്നും കൂടെ വെക്കാം. ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടുന്നതായുള്ള സമാധാനം നൽകി തരുന്ന ഒരു ദൈവമാണ്. സമാധാനത്തോടെയാണ് ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഇടപെട്ടത്. നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആശകളെയും നമ്മുടെ പ്രത്യാശകളെയും ഒക്കെ ജീവിക്കുന്ന ദൈവം ഉൾക്കൊണ്ടവന്ന് നമ്മുടെ ജീവിതങ്ങളെ സ്വർഗീയമായിട്ടുള്ള വാഴ്വുകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവമാണ്. അവസാനമായിട്ട് ജീവിക്കുന്ന ദൈവം നമ്മളെ ജയഘോഷ ഗാനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദൈവം കൂടിയാണ് നമുക്കുള്ളത്. ജയഘോഷ ഗാനങ്ങൾ. യെരമ്യാ പ്രവാചകൻ 17-ാം അധ്യായം 7 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സങ്കടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ലായിരുന്നു, നിരാശകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ലായിരുന്നു. എന്നാലും നാവിൻ തുമ്പത്ത് ജയത്തിൻ്റെ ഘോഷം കൊടുത്ത് ഒരു കർത്താവിനെ അവൻ അനുഭവിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എനിക്ക്, പക്ഷേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രയാസങ്ങളെ, ദുഃഖങ്ങളെയൊക്കെ നിങ്ങൾ പകരുമ്പോൾ ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ജയത്തിൻ്റെ ഘോഷം നൽകി തരുന്നതാണ്. God is the one who gives us the victory anthem. ജയത്തിൻ്റെ ഘോഷമാണ് നമുക്ക് നൽകി തരുന്നത്. ആ ജയത്തിൻ്റെ ഘോഷം ഈ ലോകത്തിന് അറിയത്തില്ല, ലോകത്തിന് മനസ്സിലാകുകയില്ല. പക്ഷേ ജീവിക്കുന്ന ദൈവം നന്മയോടെ, അനുഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തിൽ മേലിൽ ഇടപെടുമ്പോൾ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമാധാനവും സന്തോഷവും ആശീർവാദങ്ങളും വാഴ്വുകളും നമ്മുടെ ജീവിതത്തിൽ മേലിൽ നൽകി തരുന്ന ദൈവമാണ്. പെപ്സി കമ്പനിയുടെ CEO, മോസ്റ്റ് പവർഫുൾ ലേഡിയായ ഇന്ദിര നൂരി ഒരു ദിവസം തൻ്റെ ഡയറി എഴുതി. ഇങ്ങനെയാണ് എഴുതിയത്: I thought my education, my material blessings would give me healing to my body, peace to my mind and hope to my spirit. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എൻ്റെ പഠിത്തം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജോലി, എൻ്റെ സമൂഹത്തിനുള്ള നിലയും വിലയും, അത് എൻ്റെ ശരീരത്തിന് വേണ്ടുന്നതായിട്ടുള്ള സൗഖ്യം, മനസ്സിന് വേണ്ടുന്നതായിട്ടുള്ള സമാധാനം, എൻ്റെ ആത്മാവിന് വേണ്ടുന്നതായിട്ടുള്ള പ്രത്യാശയും
എനിക്ക് നൽകി തരുമെന്നാണ്. അടുത്ത സെൻറ്റൻസ് അവൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ബട്ട് ഐ വാസ് റോങ്. ബട്ട് ഐ വാസ് റോങ്. ഞാൻ തെറ്റായിട്ടുള്ള ധാരണയിലായിരുന്നു. മൂന്നാമത്തെ സെൻറ്റൻസ് ഇതിലാണ് എഴുതുന്നത്: Now I understand, when the Lord of the heavens rules over our life, it gives healing to the body, peace to mind, and hope to the spirit. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഴുന്നു എന്ന് നമ്മൾ അറിയുന്നു. സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിന്മേൽ വാഴുന്നു എന്ന് നമ്മൾ അറിയുന്നു. നമ്മുടെ ശരീരങ്ങൾക്ക് വേണ്ടുന്ന സൗഖ്യം, നമ്മുടെ മനസ്സിന് വേണ്ടുന്ന സമാധാനം, നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന പ്രത്യാശയും നമുക്ക് കിട്ടും. ഇതൊരു ക്രിസ്ത്യാനി എഴുതിയതല്ല. ലോകം കണ്ടേക്കുന്നത് ഏറ്റവും വലിയ പവർഫുൾ ലേഡി എഴുതിയത്. സ്വർഗം നമ്മുടെ ജീവിതത്തിൽ വാഴുന്നു എന്ന് നമ്മൾ അറിയും. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന സൗഖ്യം, നമ്മുടെ മനസ്സിന് വേണ്ടുന്ന സമാധാനം, നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന പ്രത്യാശയും നമുക്ക് കിട്ടും. ഇനി ഈ സമയത്തെ രാത്രിയുടെ യാമത്തിൽ ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തതയോടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്ന ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തും. അവൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷിയായി, അത്യത്ഭുതത്തിൻ്റെ സാക്ഷിയായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ജീവിക്കുന്ന ദൈവം നിലനിർത്തും. നിങ്ങളെ സൗഖ്യമാക്കും. ജയത്തിൻ്റെ ഘോഷം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നൽകി തരും. ഈ സമയത്ത് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ.